സൗദി അറേബ്യയിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകളിൽ മാറ്റം വരുത്തി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഉത്തരവിറക്കി. ഖനനം, സമുദ്ര തൊഴിൽ, റിക്രൂട്ട്മെന്റ് തുടങ്ങിയ വിവിധ മേഖലകളെ തരംതിരിച്ചാണ് പുതിയ പിഴ ശിക്ഷകൾ നിശ്ചയിച്ചിരിക്കുന്നത്. തൊഴിൽ വിപണിയിലെ സുതാര്യത ഉറപ്പാക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് പുതിയ പരിഷ്കാരം ലക്ഷ്യമിടുന്നത്. സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി ഒപ്പുവച്ച പുതിയ ഉത്തരവ് പ്രകാരം രാജ്യത്തെ തൊഴിൽ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കി. 2025 പുറത്തിറങ്ങിയ രാജകീയ ഉത്തരവ് പ്രകാരമാണ് ഈ മാറ്റങ്ങൾ. സ്ഥാപനങ്ങളുടെ പ്രത്യേക സ്വഭാവമനുസരിച്ച് ലംഘനങ്ങളെ പ്രത്യേകം തരംതിരിച്ചു. തൊഴിൽ കരാറുകൾ കൃത്യമായി ഡിജിറ്റലായി സാക്ഷ്യപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്ക് 10,000 റിയാൽ വരെ പിഴ ചുമത്തും. രേഖാമൂലമുള്ള കരാർ ഇല്ലാതെ തൊഴിലാളികളെ ജോലിക്ക് വെച്ചാൽ ഓരോ തൊഴിലാളിക്കും 5,000 റിയാൽ എന്ന തോതിൽ കമ്പനി പിഴ നൽകേണ്ടി വരും. ജോലി സമയം, ആഴ്ചയിലെ വിശ്രമം എന്നിവ പാലിക്കാതിരുന്നാലും അപകടകരമായ ജോലികളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നാലും 20,000 റിയാൽ വരെ പിഴ ഈടാക്കും. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുന്നവർക്ക് 25,000 റിയാലും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നവർക്ക് 15,000 റിയാലും പിഴ ലഭിക്കും. ഗാർഹിക തൊഴിലാളികൾ, കാർഷിക മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്കും പുതിയ നിയമങ്ങൾ ബാധകമാണ്. ലംഘനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കാനും സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിക്കാനും പുതിയ നിയമം അധികാരം നൽകുന്നു. ഉത്തരവ് പുറത്തിറങ്ങിയ തീയതി മുതൽ പുതിയ പിഴകൾ പ്രാബല്യത്തിൽ വന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.